ദേവി. എന്നെ അമ്മുക്കുട്ടി ഇഷ്ടപ്പെടണേ, എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടാ. എന്നാ അവിടെ ചേട്ടാ പ്രാർത്ഥിക്കാൻ? സത്യം പറഞ്ഞ നീ ഇവിടെ എന്നെ എടുക്കുക. നീ ആ പാച്ചുനെ പെണ്ണടാ. നീ പണ്ടാരം മോഷിച്ചോണ്ടോ വന്നല്ലോ. അല്ല, മൊട്ടേന്ന് വിളിച്ചില്ല, അതിനുമ്പോ തുടങ്ങിയില്ലടാ. അങ്ങനെ മുരുകൻ എന്ന ബാലൻ കള്ളനായി. പിന്നെ ആ നാട്ടിൽ നടന്ന സകല മോഷണവും അവൻ്റെ തലയിലുമായി. നിവൃത്തിയില്ലാതെ അവൻ നാടുവിട്ടു. സാഹചര്യങ്ങൾ മുരുകനെ വീണ്ടും കള്ളനാക്കി. കാലം കുറെ കഴിഞ്ഞു. തിരികെ അവൻ നാട്ടിലെത്തിയപ്പോൾ എല്ലാം മാറിയിരുന്നു. മുരുകൻ്റെ കണ്ണീർ വീണിട്ടാവണം കാവിന് മാത്രം ഒരു മാറ്റവും ഉണ്ടായില്ല. തന്നെ കള്ളനാക്കിയവരുടെ നാട്ടിൽ അവൻ പകരം വീട്ടാനൊരുങ്ങി. മോഷണം കൊണ്ട് തന്നെ അവനെ ആരും തിരിച്ചറിഞ്ഞില്ല. നാട്ടുകാരുടെ തലവേദനയായി മാറി മുരുകൻ്റെ ഓരോ മോഷണവും. ഇതാണ് എൻ്റെ കഥ. ചുരുക്കി പറഞ്ഞ ഒരു പകരം വീട്ടൽ. ഒരിക്കലും നിങ്ങളെ പോലീസ് പിടിച്ചിട്ടില്ലേ? ഇല്ല, അത് ഞാൻ നിന്ന് കൊടുക്കില്ലല്ലോ. എന്നെ ഈ നാട്ടിൽ ആരും കള്ളനാന്നറിയില്ല. അത് ശരിയാ, നിങ്ങൾ കവലയിൽ ലോട്ടറി വിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. കള്ളൻ്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഈ നാട്ടിലിപ്പം നിനക്ക് മാത്രം ഞാൻ കള്ളനാന്നറിയോ? അതെന്താന്നറിയോ? എന്താ? അത് നീ മുരുകൻ്റെ കാമുകിയാ, ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ്. എന്നാണ്? നല്ല തമാശ, കേൾക്കാൻ നല്ല രസമുണ്ട്. നീ സ്നേഹിക്കുന്നു വേണ്ട പെണ്ണേ. ആ ഇഷ്ടം എൻ്റെ മനസ്സിൽ അങ്ങനെ ഇരുന്നോളൂ. ചില ഇഷ്ടങ്ങൾ അങ്ങനെ പലതും കട്ടെങ്കിലും ഒരു പെണ്ണിൻ്റെ മനസ്സ് കാക്കാൻ ഈ കള്ളം പഠിച്ചില്ല. ഇവിടെ വരുന്നൊരു പ്രേമിക്കാൻ വരുന്നതെന്നല്ലല്ലോ. ആദ്യമായിട്ടാ ഇങ്ങനൊരാൾ പറയുന്നത്. നാളെ പകല് ഒരു കളവ് കൂടി ചെയ്തിട്ട് ഞാൻ ഈ നാട് വിടും. എവിടെ? നീ ആരോടും പറയില്ലെങ്കിൽ ഞാൻ ആ രഹസ്യം നിന്നോട് പറയാം. ഞാൻ ആരോട് പറയാനാ? ഈ നാട്ടുകാരും പോലീസും കാരണമല്ലേ ഞാൻ ഇങ്ങനെ ആയത്. എന്നെ കള്ളനാക്കിയ മുത്തിപ്പഴ കാവിലെ ഭണ്ഡാരം ഞാനിന്നങ്ങ് അടിച്ചു മാറ്റും. അതെനിക്ക് വേണം. എൻ്റെ ഒരു വാശി അത്. അത് വേണ്ടാട്ടോ, ശക്തിയുള്ള ദേവി അത്. എന്നിട്ട് ഞാൻ ഈ നാട് വിടും. ഒന്നുകൂടി ഞാൻ വരും, നീ അറിയാതെ നിന്നെ കാണാൻ. അതൊക്കെ പോട്ടെ, ഇനി നിൻ്റെ കഥ പറയും. നീ എന്താ കഥയൊക്കെ വന്നേക്കാ? മര്യാദയ്ക്ക് വന്നായിരുന്നെടുത്തിട്ട് പോവാൻ നോക്ക്. ആയിക്കോട്ടെ, എന്നാ തിരക്ക്? ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അയ്യോ, എന്നാ ഞാൻ പോയേക്കാമേ. ആദ്യം കാശെടു. തരാടി പെണ്ണെ, നീ ഇങ്ങ് വന്നേ. കള്ളന് ഇരുട്ടാ ഇഷ്ടം, ഈ ലൈറ്റ് അങ്ങ് കിടന്നാ. നിങ്ങൾ എവിടാ? എന്താ ഡോറ്? മുരുക, അയ്യോ അയ്യോ, എൻ്റെ പൈസ, അയ്യോ എൻ്റെ മാല, അയ്യോ എല്ലാം പോയല്ലോ ദൈവമേ. മുരുകൻ, എടാ പരനാറി, നീ എന്നടാ വിചാരിച്ച ഈ പൈലി പോലീസിന്റെ സർക്കിളിൽ കിടന്ന് വിരസാവുന്നോ? പരമച്ചേറ്റ ഇന്ന് ഞാൻ ശരിയാക്കി തരാടാ. നീ ഇങ്ങോട്ട് വാടാ. നീ
കുറെ നാളായിരടാ നായി അങ്ങ് എനിക്കിട്ടുണ്ടാക്കാൻ തുടങ്ങിയിട്ട്. എവിടെയാടാ നീ കട്ട പണവും സ്വർണം വെച്ചേക്കണേ? പറയടാ, ഞാൻ പറയാൻ. വീട്ടിലുണ്ടാ? വീട്ടിലാ. വീട്ടിൽ. അത് മതി, ഇനി ഞാൻ എടുത്തോളാം. ആ റാണി, അവളുടെ സ്വർണം മോഷ്ടിയാടാ നിനക്ക് പറ്റിയ തെറ്റ്. അവളെ എൻ്റെ ആളടാ. ആദ്യം ഞാൻ നിൻ്റെ വീട്ടിൽ ചെന്ന് പൈസ സ്വർണ്ണമൊക്കെ എടുക്കട്ടെ, എന്നിട്ട് ഞാൻ നാട്ടുകാരോട് പറയും. ഇപ്പം പറഞ്ഞാലേ പൈസയും സ്വർണ്ണം മുഴുവൻ നാട്ടുകാരും കൊണ്ടുപോകും. അത് എനിക്ക് വേണ്ട. ആ എണീറ്റോ? ഞാനങ്ങനെ ഇവിടെ. പേടിക്കണ്ട, എന്നെ സഹായിക്കാനും ഇവിടെ ആൾക്കാരുണ്ട്. ഞാൻ കാരണമാണല്ലോ നിനക്കിങ്ങനെ വന്നത്. പതുക്കെ പതുക്കെ. എന്നാലും നിന്റെ സ്വർണവും പടവും കട്ടെ ഞാനല്ലേ. അത് നീ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പൈലി സാർ ഇവിടെ വന്നായിരുന്നു. എൻ്റെ മുഖത്തെന്താ ഒരു വാട്ടം? എന്തോ മാറ്റം വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ പോലീസുകാരൊക്കെ നാട്ടിലുണ്ടായിട്ടാണല്ലോ എൻ്റെ സ്വർണവും പോയി പൈസയും പോയി. എന്നിട്ട് നാളല്ലല്ലോ ഇവിടെ വരാൻ. അത് ശരി, അവൻ ഇവിടെ വന്നോ? വന്നു, ഞാൻ അയാളെ കണ്ടു. ആരടി അവൻ? പറയാം. കവലയിൽ ലോട്ടറി വിളിക്കുന്ന മുരുകനാ. പിടിക്കാങ്ങെ പിടിച്ചോ. ഇനി അവൻ്റെ അടുത്ത ലക്ഷം കാവല ഭണ്ഡാരാ. അവനെ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. കുറേ നാളായി അവൻ്റെ പിറകെ നടക്കണം. കിട്ടിയ എൻ്റെ മാലാരണം. താരാടി വേണേ, ചെറുപ്പത്തിൽ ആ കാവിലെ മോഷണം നടത്തി പിടിച്ചവനാ. ഇനി നീ പറയണ സത്യമാണെങ്കിൽ ഇനി അവൻ എനിക്കുള്ളതാ. കുറേ കളിപ്പിച്ചതാ. തെളിവോടെ കയ്യോടെ അവനെ പിടിച്ചിട്ട് തല്ലി ചതച്ച ഇഞ്ച പരുവമാക്കി ഞാൻ കൊണ്ടിടുവനെ. എന്നിട്ട് പണവും സ്വർണവും എനിക്ക്. ഇനിയെല്ലാം മുരുകനെ കൊന്നു കുഴിച്ചു കൂടിയിട്ട് കാണാം. പിന്നെ അയാൾ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഈ കള്ളൻ എൻ്റെ മനസ്സ് മോഷ്ടിച്ച പോലെ തോന്നി. ദേവി നല്ലത് ചെയ്യുന്നവരെ കൈവിടില്ല. പൈസ പോയത് പോട്ടെ, ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോ, അതാ നല്ലത്. കൂടെ കൊണ്ടുപോയെങ്കിൽ ഞാനും വന്നോട്ടെ. നിന്റെ ദേവി കൈവിടില്ലെങ്കിൽ അതെങ്ങും പോയിട്ടില്ല. ഞാൻ കട്ട പൈസയും സ്വർണം ഈ മച്ചിൻ്റെ മുകളിലുണ്ട്. എനിക്കെന്തെങ്കിലും പറ്റിയ അത് നിനക്ക് കിട്ടും. അതിനാ ഞാനിവിടെ വെച്ചത്. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അമ്മുക്കുട്ടിയല്ലേ നീ. ഈ കള്ളൻ്റെ കാമുകി.